അപ്പൊ ഇന്ന് നമ്മള് ഇടുക്കിക്ക് പോവാട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഇടുക്കിക്കാട്ടോ പോകുന്നത്. ഇടുക്കിക്ക് രാവിലെ ഇങ്ങനെ വെറുതെ വിചാരിച്ചു എവിടെയെങ്കിലും പോവാന്ന് ഇന്നലെ തൊട്ട് പറയുന്ന. പക്ഷെ രാവിലെ നമ്മളിങ്ങനെ ഇരുന്നപ്പോ എന്നാ ഇടുക്കിക്ക് പോവാ. ഇടുക്കിക്ക് നമ്മൾ ഇതിനു മുന്നേ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങ് പോകുന്ന വഴിയുള്ള സംഭവങ്ങളൊക്കെ കാണാന്ന് വിചാരിച്ചങ്ങ് പോവാണ്. ഇപ്പൊ നമ്മൾ തൊടുപുഴ എത്തിയില്ലേ? തൊടുപുഴ എത്തുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ സമയം 1 മണിയായി, ഉച്ചയായി. നമ്മളൊരു 10-10:30 ആലോചിക്കാൻ തുടങ്ങിയതാ ഇടുക്കിക്ക് പോയാലോന്ന്. പിന്നെ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വന്നപ്പോ ഉച്ചയായി. എന്താ ആരെ നിർബന്ധിച്ചേ? ഞാനില്ലെന്ന് ഓർത്ത് ഇന്ന് നമ്മൾ അടുത്ത എവിടെയും പോവാന്നാ ഇന്നലെ വിചാരിച്ചോണ്ടിരുന്നത്. അപ്പോ രാവിലെ വിളിച്ച് പെട്ടെന്ന് ഇടുക്കിക്ക് പോവാണ്. പിന്നെ ഇടുക്കി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇടുക്കിക്ക് പോകുന്നതാണ്. അതെ ഗൈസ്, നമ്മളിങ്ങനെ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്ത് പോകണതൊന്നുമല്ല. നമ്മൾ അടുത്ത എവിടെയെങ്കിലും ഒരു കുഞ്ഞ് ട്രിപ്പ് പോകാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ വരെ. പക്ഷെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അവനെ ഇടുക്കിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു. അവൻ്റെ റിലേറ്റീവ്സും എല്ലാം ഇടുക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനും കൂടെ പോകണമെന്ന് ആലോചിച്ചൊക്കെ വന്നപ്പോഴേക്കും ഈ സമയമായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്തെവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെയും മൈൻഡ് സെറ്റാക്കി വെച്ചു. എന്നാൽ പിന്നെ എനിക്ക് ഇടുക്കിക്ക് പോകാൻ ഇഷ്ടമാണ് കേട്ടോ. കാരണം അവിടെ എവിടെ ഇറങ്ങിയില്ലെങ്കിൽ തന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ മലയും കുന്നും അങ്ങോട്ട് കയറും തന്നെ ഒരു തണുപ്പൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ സൈഡിൽ ഇരുന്നാൽ മതിയല്ലോ, എന്നാൽ പിന്നെ പോവാം. നമ്മളങ്ങനെ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇത്ര ലോങ് പോയില്ലേ, ഇങ്ങനെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചെടുത്ത് തുടങ്ങിയതാട്ടോ. പിന്നെ എൻ്റെ ബാഗിൽ 2-3 മിഠായി ഉണ്ടായിരുന്നു. അത് മെലഡി കഴിച്ചിട്ട് കുറേ നാളായി. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനം. പിന്നെ അത് കുറേ നാളായിട്ടോ കഴിച്ചിട്ട്. അപ്പോൾ അതായിരുന്നു ഞാൻ ഈ വീഡിയോ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഈ വീഡിയോയുടെ അങ്ങേരം തൊട്ട് ഇങ്ങേരം വരെ എൻ്റെ വായിക്കെത്താൻ മിഠായി ഉണ്ട്. അത് ഒരെണ്ണം തീരുമ്പോൾ അടുത്തടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ പോകണം കേട്ടോ. എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല. പക്ഷേ സൈഡിലിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മലകളൊക്കെ തുടങ്ങി. അപ്പോൾ ഇവിടുന്നേ അങ്ങോട്ട് ഫുൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നാൽ മതിയല്ലോ, ഒരു കൂട്ടും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ കാട് ഒരു സംഭവങ്ങളൊക്കെ തന്നെയല്ലേ. പിന്നെ ഈ ഒരു പാലമാണല്ലോ ഇടുക്കിയിലോട്ട് പോകുമ്പോൾ മെയിനായിട്ട്. എനിക്ക് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാവും ഇടുക്കി എത്താറായി, അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇപ്പോൾ അവിടെ അപ്പുറത്ത് പുതിയ പാലം പണിയുന്നുണ്ട്. അത് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ പഴയ പാലം, അതിലൂടെയാണ് കേട്ടോ ഇപ്പോൾ വണ്ടിയൊക്കെ പോകുന്നത്. അപ്പോൾ ഇതാ കാടെത്തി. ഇവിടെ എത്തുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും. കാരണം ആ മരങ്ങളല്ലേ നിറച്ച്, അതുകൊണ്ട് വെയിലൊന്നും അത്രയ്ക്ക് ഇതാവത്തില്ല. പിന്നെ മേളിൽ എത്താറായപ്പോഴേക്കും മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിരുന്നുണ്ടോ, നല്ല അടിപൊളി മഴ. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അവിടെ ഇടയ്ക്ക് പോകുമ്പോൾ ഒക്കെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴയായി. അതുപോലെ തന്നെ ഭയങ്കര തിരക്കും ബ്ലോക്കും ഒക്കെ ആയി. അപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ തിരിച്ച് വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ഇടുക്കി ചെല്ലുമ്പോൾ സമയം പോകുമല്ലോ. കാരണം അവിടെ നല്ല ബ്ലോക്കായി, പക്ഷെ നല്ല മഴയും. ഈ സമയത്ത് ഇറങ്ങാൻ അടിപൊളിയാണ്, നല്ല വെള്ളച്ചാട്ടമാണ്. എനിക്ക് ആ വെള്ളച്ചാട്ടം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അന്നേരം ഇറങ്ങിയില്ല. ഇവിടെ ആണെങ്കിൽ ഒരു സംഭവം കിട്ടും, നല്ല മാങ്ങയും പൈനാപ്പിളും ഒക്കെ. അതിനകത്ത് മുളകൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് അവരിങ്ങനെ മുറിച്ച് കട്ട് ചെയ്ത് തരും. അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ പ്രാവശ്യം കഴിച്ചിട്ടില്ല. ഞാൻ തിരിച്ച് വരുമ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയി. കണ്ടോ, ആ മിഠായിയാണ് എൻ്റെ കയ്യിലിരിക്കണത്. അത് പിന്നെ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുക. അവൻ ചോദിക്കുന്നത് എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് അപ്പം നല്ല മഴയാട്ടോ. അങ്ങനെ പോവുകയാണ്. ഇപ്പം എന്തത്ര സന്തോഷം എന്ന് പറഞ്ഞാൽ ഫോൺ പിടിച്ച് കൈ കഴിച്ചെന്ന് പറഞ്ഞ ഒരു സ്ഥലം കിട്ടിയതാണ്. പക്ഷേ ഫോൺ ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്ഥലം കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അവിടെ മേളിൽ വെച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷെ അവിടെ ശരിയാവത്തില്ല, നമ്മുടെ ഫേസല്ല, മേളിലോട്ടൊക്കെ കിട്ടാണ്. ഇവിടെ ഗാനമേള കേട്ടോ. പാട്ട് വെച്ചിട്ട് ചെവി പൊട്ടും, അതുപോലത്തെ ഗാനമേളൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഇവന് ഇതുവഴി കുഞ്ഞിലെ തൊട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ടിട്ടാണ് പോണത്. പക്ഷെ ക്യാമറ ഓണാക്കിയിട്ട് പറയുമ്പോൾ അത് കിട്ടത്തില്ല. അപ്പോൾ ഇൻട്രോവേർട്ടാണ്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കില്ല, ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇതിനകത്ത് എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുക കേട്ടോ. ഈ മരം ഞാൻ കാണിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു വീട് കാണാം. അത് ട്രീ ഹൗസ് ഇല്ലേ, അങ്ങനത്തെ ഇതാണ് കേട്ടോ. പക്ഷെ അത് വീഡിയോ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇടയ്ക്കൊന്നും നിർത്തിയില്ല. നീ ചോദിച്ചിട്ട് പോയത് റെഡ് വാങ്ങാനല്ലേ? അതെ, എന്നോട് ഏത് ലേസ് വേണം ചോദിച്ചു. ഞാൻ എന്നാൽ റെഡ് ഉണ്ടോ നോക്കാൻ പറഞ്ഞു. അവിടെ റെഡ് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അവൻ വാങ്ങിച്ചിട്ടൊന്ന് പച്ച, അവൻ കേട്ടില്ലെന്ന് തോന്നുന്നു.
അതോ മറന്നു പോയതാണാവോ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ഇത് കിട്ടില്ലെങ്കിൽ. അങ്ങനെ മേളിലെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ അവനോട് ഒരു ചേട്ടനെ കാണാൻ വേണ്ടി പോയതാട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ആ ലേസ് ഫുൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തിരിച്ചു പോവുകയാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, മഴ ആയതുകൊണ്ട് എവിടെ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. അത് പോകുന്ന വഴിക്ക് നമ്മൾ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, അങ്ങേറ്റത്ത് മലയിലും മേളിൽ നല്ല മഞ്ഞൊക്കെ പോകുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പക്ഷെ നമ്മൾ നിൽക്കുന്നിടത്ത് അങ്ങനെ ഫീൽ ചെയ്തില്ല, കാരണം അത് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ മഞ്ഞുണ്ടാവും, പക്ഷെ നമുക്ക് അടുത്തത് കിട്ടിയില്ല. പക്ഷെ അകലെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ, അത് അടിപൊളിയായിരുന്നു. അങ്ങനെ നേരെ തിരിച്ച് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം, അതാണ് മെയിനായിട്ടുള്ള പരിപാടി. കാരണം വിശക്കുന്നുണ്ടായിരുന്നു, രാവിലെ കഴിച്ചാണ്. പിന്നെ ഇപ്പോൾ വൈകുന്നേരമായിട്ടോ, ഞാൻ ഉച്ചയായെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ 4:30 ഒക്കെ ആ സമയമൊക്കെ ആയി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അവിടെ നിങ്ങൾ കുറേ പോകുന്ന കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ എന്തോ കാര്യം ചോദിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ രണ്ടുപേർക്കും ചോദിക്കാൻ മടിയായിട്ട് പിന്നെ അവൻ ധൈര്യത്തോടെ എണീറ്റ് പോയി ചോദിക്കാൻ. അങ്ങനെ നമ്മൾ മന്തിയാണ് കേട്ടോ വാങ്ങിച്ചത്, അൽഫാം മന്തി. കുഴപ്പമില്ലായിരുന്നു, ഇച്ചിരി എരിവൊക്കെ കൂടുതലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ തിരിച്ചു പോയപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന് അവിടെ ഇറങ്ങി. പക്ഷെ അവിടെ നിറച്ച് ആൾക്കാരായതുകൊണ്ട് അത്രയ്ക്ക് വീഡിയോ ഒന്നും എടുത്തില്ല, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വലിയൊരു വെള്ളച്ചാട്ടമായിരുന്നു. അങ്ങനെ മഴയും ചെറുതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴ പെയ്തിട്ട് കഴിഞ്ഞ് വെയിൽ തെളിയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങോട്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ നേരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു, കാരണം നമ്മൾ വൈകിട്ടായിരുന്നു, 5:30 ആ സമയമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് നേരെ പോവുകയാണ്. വണ്ടിയിൽ പിന്നെ പാട്ടിട്ടേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ കോപ്രായങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി മഞ്ഞും കാര്യങ്ങളൊക്കെ മേളിൽ ആകാശത്ത് മറ്റേ മലയുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.